ഈ ഓണത്താറ് ശരിക്കും നമ്മളെ വടക്കുള്ള ഒരു ബിംബാണ് ഇപ്പോഴും കെട്ടിയാടുന്നൊരു ഓണത്തിന് കെട്ടിയാടുന്നൊരു തെയ്യാണ്, കുട്ടി തെയ്യ. കുട്ടിത്തെയ്യ, മറ്റേ സോക്കോൾഡ് തെയ്യ അല്ല. അല്ല, ഇതൊരു ചെറിയ കുട്ടികളെ കിട്ടുക. ഒരു രണ്ടാൾ കൊട്ടാനൊക്കെ ഉണ്ടാവും, അവർ നെല്ലും ഇതൊക്കെ വാങ്ങിയിട്ട് പോകും. അങ്ങനെയൊക്കെയാണ്. ഓണത്തിന് മാത്രമേ ഉള്ളൂ. ഓണത്തിനേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് കർക്കിടകത്തി എന്നൊരു സാധനമുണ്ട്, ആടിവേടൻ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കർക്കിടക മാസത്തിലാണ്. പിന്നെ ഓണത്താറ്, ഈ വൃശ്ചിക മാസം. അത് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് ഓണക്കാറെന്ന് പാടാറുണ്ട്. ഓണക്കാറ് ആടിയെന്ന് ശരിക്കും അറിയാത്തതുണ്ട്. കാറല്ല, താറാണ്. അതുപോലെ മറ്റേലുണ്ട്, ആ മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ ദൂരെ ദൂരെ. ട്യൂണിട്ട് ആകുമ്പോൾ ഇപ്പോൾ സമഗ ശരിക്കും സ്വരസാഹിത്യമാണ്. സമഗ എന്നാണ്, അതങ്ങനെ വന്നതാണ് ശരിക്കും. ജോൺസൺ പറഞ്ഞു ഇയാൾ അങ്ങനെ വെറുതെ പോകുന്നല്ലോ കേട്ടാ എന്ന് പറഞ്ഞു അന്ന് ജോൺസൺ സത്യനോട്. ഇയാൾ ഇവിടെ നിന്നിട്ട് പോവുള്ളൂ. ഈ ട്യൂണിൽ സ്വരസാഹിത്യം വരുന്നത് അറിയാതെ വരുന്നതാണ്. അതുപോലെ ആശാകമ്പളം താമര നൂലാൽ നെയ്യുവതാരാണോ, നെയ്യുവതാരാണോ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ, വിട്ടുപാടില്ല, ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ പഞ്ചവർണ്ണ കിളിപ്പാട്ടോ, പഞ്ചവർണ്ണ കിളിപ്പാട്ടോ ദൂരെ ദൂരെ. ഭയങ്കര ഇഷ്ടപ്പെട്ട ട്യൂണാണ്, ഇഷ്ടപ്പെട്ട പാട്ടുമാണ്. അത് രണ്ടും ഭയങ്കര ക്ലിക്കായി, ആ പടവും ക്ലിക്കായി. അതുകൊണ്ട് ഈ പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞത് ആ രണ്ട് പാട്ടും ക്ലിക്കായി, പടം ക്ലിക്കായി, സാഹിത്യം ക്ലിക്കായി, ട്യൂൺ ക്ലിക്കായി, പാടിയത് ഗംഭീരായി, പടം വിജയിക്കുകയും ചെയ്തു. അതെ, അതാണ് പടം വിജയിച്ചാലേ നമുക്ക് ഇതുള്ളൂ. അതേപോലെ ജോൺസൺ മാഷിന്റെ മായാമയൂരല്ലേ, മായാമയൂരം, അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. മറ്റേ രണ്ടുപേർക്കും കിട്ടി, അവർക്ക്. എനിക്ക് കിട്ടിയില്ല അത്ര. അപ്പോൾ കണ്ണീർ പൂവിനും എനിക്ക് കിട്ടിയില്ല. ഒക്കെ എനിക്ക് കിട്ടേണ്ട ലിസ്റ്റിൽ പെട്ടതാ. കണ്ണീർ പൂവിന് കിട്ടാം, അതാണ്. മായാമയൂരത്തിന് മ്യൂസിക്കിനും കിട്ടി, പാടിയതിന് കിട്ടി, എനിക്ക് മാത്രമേ. അത് രസമുള്ള പാട്ട്, രസമുള്ള പാട്ട്. അതിൽ ശ്രീകുട്ടനെ കൊണ്ട് വെറൈറ്റി ആയിട്ട് പാടിച്ചു ആ പാട്ട്. വ്യത്യസ്തമായ പാട്ട്, വ്യത്യസ്തമായ ശ്രീകുമാറിന്റെ അങ്ങനെ ഒരു ഒന്ന് രണ്ട് പാട്ടുകളേ ഉള്ളൂ. ഏറ്റവും നന്നായി പാടിയ അയാളുടെ വോയിസ് ഒക്കെ നല്ലതായിട്ട് എടുത്തു, കുറെ നേരം പഠിച്ചെടുത്തു. ആശാമരാളം, ആശാമരാളം, അതെ, താളമേകി. അതെ, അത് ആശാമരാളം എന്ന് പറയുമ്പോൾ കറക്റ്റ് മലയാളങ്ങളുടെ നടപ്പുണ്ടല്ലോ, ശരിക്കും അതിനുള്ള താളം ഉണ്ടല്ലോ, അരയന്നങ്ങളുടെ നടപ്പ്. ആശയുടെ മലയാളമാണ്. അതിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ താളമാണ്. മായാമയൂരം ബീലി നിർത്തി ആശാമരാളം താളമേകി. അങ്ങനെയാണ് മ്യൂസിക്കാണ് എല്ലാം. അത് പാടിയിരിക്കുന്നതും ഭയങ്കര രസമല്ലേ സാറേ. ജോൺസൺ എന്ന് പറഞ്ഞത് മലയാളത്തിലെ 1-ാം നമ്പർ ആളാണ്. അർത്ഥം സിനിമയിലെ ഭയങ്കര പാട്ടാണ്. അതെ, അതിൽ ചില ടിപ്പിക്കൽ ചില സാധനങ്ങളുണ്ട്. അതിൽ ഒരേ ലൈൻ തന്നെ പല ട്യൂണുകൾക്ക് ഉപയോഗിച്ചത്. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തൊടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. പ്രണയവും ചന്ദ്രനും ചന്ദ്രകാന്തക്കല്ലുമായിട്ടുള്ള അതേ അടുത്ത ട്യൂണ് ഇത് തന്നെയാണ് ആ പാടി. ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. അത് സാറിനെ നമ്മൾ കഷ്ടപ്പെട്ട് രണ്ടാമത്തെ വരി എഴുതും. ഞാൻ പറഞ്ഞു ഇതന്നെ ആ വരി തന്നെ നമുക്ക് ഉപയോഗിക്കാണ്. ആ ജോൺസണും പറഞ്ഞു അതന്നെ. അപ്പോഴേക്കും അതിന്റെ ആ റിപ്പീറ്റേഷൻ ഭയങ്കര സുഖമാണത്. നല്ല അത് കേൾക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അതാണ്. ദൂരെ കണ്ടാൽ മനമലിയും ചതയമന്ത്രചിന്ത്. അതാണ് ഇതൊക്കെ അതിന്റെ സൂത്രമാണ്. അത് വന്നപ്പോഴാണ് ഇമ്പോർട്ടൻസ്. ആ വരികൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ്. സത്യനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ടഫായിട്ടുള്ളൊരു ട്യൂണാണ് ശരിക്കും.
ഇത് ഞാൻ ഈസി ആയിട്ട് എഴുതിയപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ മതി, ഇനി വേറെ ആൾ വേണ്ടാന്ന് വിചാരിച്ചു തോന്നുന്നു. കാരണം പിന്നെ അപ്പോഴേക്കും പിന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ കൂടുകയാണ്, പിന്നെ തുടർച്ചയായിട്ട്. അതുപോലെ ഇത് മഴവിൽക്കാവടിയിലുണ്ട് തങ്കത്തോണി, തെന്മലയോരം. അതൊക്കെ ഈ ഇതല്ലേ വിരോധോക്തിയല്ലേ. തങ്കത്തോണി തെന്മലയോരം കണ്ടു, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടു. കേട്ടാത്തൊന്നും അവിടെ ഇത് കണ്ടതിന് വിധം എന്താണ്, പക്ഷേ അത് നിലാവാണ്. പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നീലക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാൻ എന്നെത്താനുണ്ട് തങ്കത്തോണി. ഭയങ്കര മൂടാതെ. അത് ശരിക്കും ആദ്യം വേറെ എന്തോ ഒരു വാക്കാണ് എഴുതിയത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വാക്ക് കിട്ടും. ഇത് ആദ്യത്തെ വാക്കിലാണ് നമ്മൾ കയറി പിടിക്കുക, കുറച്ചുകൂടി നല്ല വാക്ക് കിട്ടും. നോക്കാം പറഞ്ഞു ഞാൻ ഇത് തങ്കത്തോണി വന്നപ്പോൾ ഇതാണ് ഓക്കെ. രസമുള്ള ഭാവനയല്ലേ. തെന്മലയോരം കണ്ടു, തങ്കത്തോണി. പക്ഷെ പാൽക്കാവടി കൂടിയാണ് കണ്ടത്. അതെ, രണ്ടിടത്തും നിലാവാണ്. വിരോധോക്തിയാണ്. അത് രസമുള്ള സംഭവം. നീലരാവിൽ ഇന്ന് നിന്റെ താരസാരമിളകി. നീലരാവിൽ കുടുംബസമേതം അസാധ്യമാണ്. നിന്റെ താരഹാര ഇളകി കുടുംബസമേതം. അത് ആദ്യം പാടാൻ വന്നത് നമ്മുടെ മോളാണ്, നമ്മുടെ പിന്നെ മിൻമിനി. അന്ന് അതിൽ മിൻമിനിക്ക് വേറെ പാട്ടുമുണ്ട്. അപ്പോൾ ഇത് ആദ്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് ട്രാക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ മോളെ പഠിപ്പിച്ചു. അവൾ പാടുമ്പോൾ അപ്പോഴാണ് രാജാമണിയൊക്കെ ഉണ്ടായത്. രാജാമണി അസ്ഥി എന്ന രാജാമണി. അപ്പോൾ രാജാമണി പറഞ്ഞു ഇവള് ഭയങ്കര സൂപ്പർ ഹിറ്റാണ് ഇപ്പം എന്ന്. ആദ്യത്തെ പാട്ട് ചിന്ന ആശയം അതാണ് സൂപ്പർ ഹിറ്റ്. ഞാൻ പറഞ്ഞു അത് ഇവളാണോ, ചെറിയ മോള് ഇവള്. അതെ, അസാധ്യമായിട്ട് പാടി. എന്നിട്ട് ഇത് പാടി കേട്ടപ്പോഴേക്ക് അടിപൊളി. പിന്നെയാണ് ദാസേട്ടൻ വന്ന് പാടിയത്. ശ്യാമരാജിയിൽ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ. അതെ, അടിപൊളി പാട്ടായിരുന്നു. അലർശര പരിതാപം കേൾപ്പൂ ഞാൻ കേൾപ്പൂ അഴകിൻ തര തരര തര തരര. അതൊക്കെ ടഫാൻ ട്യൂണ്, പക്ഷെ അതൊക്കെ ഈസിയായിട്ട് വന്നത്. നല്ലൊരു സോങ് ആയിരുന്നു. നീലരാവിലോ സദ്യ പാട്ടാ. എന്റെ ജോൺസനെ മറക്കാൻ പറ്റാത്ത പാട്ട്. അതെ, ജോൺസൺ മാഷിന്റെ ഏറ്റവും നല്ല പാട്ടുകൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം പിടിക്കാം. ശ്യാമാംബരം. എന്താ പറയാ, ആവർത്തിച്ചിങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അങ്ങനെ നമുക്ക് പാടാൻ പാടാണ്, പിന്നെ ഇല്ല പാടാൻ തോന്നിയാൽ തന്നെ നല്ലതായി. അതെ, പാട്ടുണ്ട് എന്നുള്ളതാണ്. അതെ. അതേപോലെ സാറേ വേണുഗോപാൽ പാടിയ ആകാശഗോപുരം, കളിക്കളത്തിലെ പാട്ട്. ആകാശഗോപുരം പൊന്മണി മേടയായി. അതിൽ മുഴുവൻ ഇയാളുടെ കളികളാണ്. അതെ, സൂത്രങ്ങളാണ്. അയാളുടെ യാത്രകളും പ്രണയവും ശോഭനയായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ളൊരു സൂത്രമാണ് അതിലത്തെ എല്ലാം. അതിൽ ഈ നമ്മൾ ശരിക്ക് മുരളിയുടെ പക്ഷത്തെ ഉണ്ടാവുക. അതെ അതെ. പാവം അയാൾ എന്ത് ചെയ്തു, ഒരു കുറ്റം ചെയ്ത് അയാൾ ഇങ്ങനെ അനുഭവിക്കുക. പക്ഷെ ശരിക്കും കള്ളന്റെ കൂടെ ആയിരുന്നു നമ്മളെ കള്ളന്റെ കൂടെ ആയിപ്പോയി. അതെ, ശരിക്കും അയാളാണ്. മറ്റേയാളാണ് നായകൻ. പക്ഷെ ശരിക്കും നല്ലൊരു സിനിമയായിരുന്നു, നല്ല തീമായിരുന്നു. മഴവിൽക്കാവടിയിൽ മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകി തോയിപ്പോയി. അതിന് വിഷ്വൽ ഭയങ്കര രസമായി. ഈ മൈനാക പൊന്മുടി എന്നൊക്കെ പറയുമ്പോൾ ഇതിലെങ്ങനെയാ വെച്ചാൽ ഈ മൊട്ട തലയിൽ കളഭം പൂശുന്നതാണ്. ഒന്ന് കണ്ടുപോയിക്കോ. അതെ, പൊന്നുരുകി തോയിപ്പോയി. ഭയങ്കര അതിനൊരു കോൺട്രാസ്റ്റ്. ചന്ദനം. അതെ, ചന്ദനം ഇങ്ങനെ പഴനി മലയിൽ. അതെങ്ങനെ വന്നു? യാദൃച്ഛികമായി വന്നതാണ്. അതെ, യാദൃച്ഛികം. അതങ്ങനെ വന്നിട്ട്, പക്ഷെ അതിന്റെ വിഷ്വല് പുള്ളി അങ്ങനെ കണ്ടെത്തിയ. പക്ഷെ അത് ഭയങ്കര സംഭവമല്ലേ, ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഭയങ്കര സംഭവം. ഞെട്ടിപ്പോയി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് പറയുമ്പോഴാണ് കൈ കൊടുത്തു ഞാൻ. ഇങ്ങനെ ഒരു സംഭവം ശരിക്കും എല്ലാം മൊട്ടത്തലകള്, കുറെ മൊട്ടത്തലകള് ചന്ദനം ഇങ്ങനെ വെച്ചിട്ട്. ഇതൊരു പുതിയ ഇൻഫോർമേഷൻ. ഭയങ്കര രസമാണ് അത് കാണാൻ. അതൊക്കെ ആണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അല്ല, അതിൽ ഈ തെന്മലയും പൊന്മുടിയും രണ്ട് പാട്ടിലും രണ്ട് സ്ഥലങ്ങൾ ഉപയോഗിച്ചു. അതെ, സ്ഥലങ്ങൾ ഉപയോഗിച്ചു. അതിലെല്ലാം നാടുണ്ട്. എൻ്റെ നാട്ടിലെ തെയ്യം തങ്കത്തോണിയില്
പൂമാലക്കാവിൽ തിറയാടും നേരം പഴനിമലക്കോവിലിൽ മയിലാടും നേരം. അങ്ങനെ എല്ലാം ഈ എപ്പോഴും സ്ഥലപ്പേരെന്ന് പറയുന്നത് ഒരു പിടുത്താണ്. എപ്പോഴും ഭാസ്കരൻ മാഷ അതിൻ്റെ ആള് പലപ്പോഴും പുള്ളി സ്ഥലപ്പേര് ഉപയോഗിക്കും. ഇപ്പം നമ്മുടെ ഇതിൽ അമ്പലപ്പുഴ രാജസ്ഥേനായിട്ടുള്ള പാട്ടില്ലേ, അമ്പലപ്പുഴ, അത് പിടുത്തം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അമ്പലപ്പുഴക്കാർ ഇപ്പോഴും പറയും. സാധാരണ ആൾക്കാർക്ക് അറിയുന്നത് അമ്പലപ്പുഴ ഈ പാട്ട് കഴിഞ്ഞ് അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്, മുമ്പേ അറിയാം. പക്ഷേ സാധാരണ ആൾക്കാർക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഊതി വന്നു, കൽവിളക്കുകൾ പാതിമെന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രണയത്തിൻ്റെ ഏറ്റവും രസമായിട്ട് തന്നെ ഇയാളിങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന ഒരാൾ പടിഞ്ഞാറ് നടയിൽ നിൽക്കുന്നതായിരിക്കും. ഇവള് പൂജ തൊഴുതിട്ട് നടടിച്ചിട്ട് ഇങ്ങനെ വരിക. വരുമ്പോഴേക്കും ഈ മിന്നി നിൽക്കുകയാണ്, വിളക്കുകളൊക്കെ മിന്നി നിൽക്കുന്നുണ്ട്. അപ്പോൾ വരുമ്പം നീ എന്താണ് പറഞ്ഞ അവിടെ പോയിട്ട്, മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാൻ ഓടി വന്നത് ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യകയായി ഓടി വന്നതാണ് ഞാൻ. നാലാളറിയെ കൈപിടിക്കും നാടകശാലയിൽ ചേർത്ത്. നാടകശാല അവിടുത്തെ നാടകശാല അതുണ്ടല്ലോ, വേറെ അർത്ഥമുണ്ടല്ലോ. അവിടുത്തെ നാടകശാലയിലാണ് ഈ സദ്യ, നാടകശാല സദ്യയൊക്കെ ഇല്ലേ, ഫേമസ് ആണ് അമ്പലപ്പുഴ. അവിടുത്തെ നാടകശാല തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. അത് തിരുനാടകശാല പുറത്തു പോവാ. ഭഗവാന്റെ നാടകശാലയിൽ നമ്മൾ ഒരു നാലാളറെ കൈപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നായി. അങ്ങനെ ഒരു അർത്ഥം, അങ്ങനെ അർത്ഥമുണ്ട്. ഇത് അവിടുത്തെ നാടകശാല അർത്ഥമുണ്ട്. നാടകശാല സദ്യ ഫേമസ് ആണ് അമ്പലപ്പുഴ. പക്ഷെ അതിൽ തിരുവും കൂടെ ചേർക്കുമ്പോൾ വൈഡായി വലിയ ഭഗവാന്റെ നാടകശാല എന്ന് എടുത്താൽ മതി. അത് എടുത്താൽ അങ്ങനെ എടുക്കാം, രണ്ടർത്ഥത്തിൽ. അതെ, രണ്ടർത്ഥത്തിൽ വേണമെന്നുള്ളവർക്ക് അമ്പലപ്പുഴയായിട്ട് എടുക്കാം. അതെ, അതർവൈസ് നമുക്ക് അതാണ് അത് ഭയങ്കര സംഭവം. അതാണ് അമ്പലപ്പുഴ ഭയങ്കര കുഞ്ചൻനമ്പ്യാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുടെ ഒരു സ്ഥലമാണ്. കുഞ്ചൻനമ്പ്യാരുടെ തട്ട് ഇതുണ്ടല്ലോ, കളിത്തട്ടുണ്ടല്ലോ, ആദ്യമായിട്ട് തുള്ളൽ നടത്തിയിട്ടുള്ള അത് അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. പോയിട്ടില്ല അമ്പലപ്പുഴ പോയിട്ടുണ്ട്. അതെ, നേരെ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് അടുത്ത ഭാഗത്ത് ഒരു കളിത്തട്ടുണ്ട്. അത് കുഞ്ചൻനമ്പ്യാരുടെ കളിത്തട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ആവുന്ന സ്ഥലമാണ്. MG രാധാകൃഷ്ണൻ സാർ രാജേട്ടൻ, പിന്നെ ചിത്ര, ശ്രീകുമാർ, പിന്നെ പ്രിയനാണ്. ഇവരൊക്കെ ഈ അമ്പലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പ്രിയനൊക്കെ അവിടെ ബന്ധപ്പെട്ട ആളാണ്. അമ്പലപ്പുഴയാണ് നാട്. എല്ലാം കൂടെ അത് ഒത്ത പാട്ടാണ്. പടവും സൂപ്പർ ഹിറ്റ്, പാട്ടും ഹിറ്റ്, ലിറിക്കും ഇതായിട്ട് ബ്ലെൻഡായി. അന്ന് ഞാൻ പറഞ്ഞു ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്നാണ്. ആ ബ്ലെൻഡായി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീണ ഒക്കെ അവസാനത്തെ വീണയിൽ അവസാനിക്കുന്ന പാട്ട് അതൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടെ. രാധാകൃഷ്ണൻ സാർ നല്ലൊരു, അപ്പോൾ ഈ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളതാണ്.